അതെ 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 അതെ. എന്ത് നിനക്ക് എന്ത് എനിക്ക് 10 വയസ്സുള്ളപ്പോ എന്റെ അനിയന് പകുതി വയസ്സ്. 10 വയസ്സുള്ളപ്പോ നിന്റെ അനിയന് 5 വയസ്സ്. അപ്പൊ നിന്റെ തന്തയായിരുന്നാണോ ചോദിച്ചത്? എനിക്ക് 10 വയസ്സുള്ളപ്പോ എന്റെ അനിയന്റെ പകുതി വയസ്സ്. അപ്പൊ എനിക്ക് 40 വയസ്സുള്ളപ്പോ എന്റെ അനിയൻ എത്ര? 20 വയസ്സ്. അല്ല 35 വയസ്സ്. എനിക്ക് 10 വയസ്സുള്ളപ്പോ 5 വയസ്സല്ലേ? അപ്പൊ 40 വയസ്സാകുമ്പോ 5 വയസ്സല്ലേ? പോരാ ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് താരയോട് ചോദിച്ചു. ഞാൻ ഇച്ചിരി മാസമായിക്കോട്ടെ, 1 മാസമായിക്കോട്ടെ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഏറ്റെടുത്തോട്ടെ. എനിക്ക് 10 വയസ്സുള്ള സമയത്ത് അവൻ എന്റെ പകുതി പ്രായം മാത്രമുള്ളായിരുന്നു. അല്ല, എനിക്കിപ്പോ എത്ര വയസ്സാ? എനിക്ക് 30 വയസ്സാ കുട്ടി. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അവൻ എന്റെ പകുതി പ്രായം. എനിക്കിപ്പോ 30 ഒരേ ബുദ്ധിയുള്ള ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ. അയ്യോ, എന്താ ഇതിനർത്ഥം? എന്താ CM 2026 ഇലക്ഷൻ വരുന്നത്. ഇത് എഡിറ്റഡ് ആണോ ഈ നമ്പർ? അതോ ഇതിലെ സിനിമ? ഇത് തന്നെയാണോ ഈ നമ്പർ? സിനിമയിൽ ഇല്ലൂമിനാണ്ടി ഇല്ലൂമിനാണ്ടി ഇല്ലൂമിനാണ്ടി. വിജയ് മുഖ്യമന്ത്രി ആവുമോടാ? എന്നാ വോട്ട് ചെയ്യുമല്ലോ. അങ്ങനെ പെട്ടെന്നൊക്കെ വന്ന് മുഖ്യമന്ത്രിയൊക്കെ ആവാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഇല്ല, അത് ടഫാണ്. ആണല്ലേ? വെൻ സാന്റാ ക്ലോസ് വിസിറ്റ് അണ്ണാണി സ്വാമ. അറിയാലോ, അണ്ണാണിയാണേ പ്രശ്നമാണ്. ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടാവണേ. വെൻ സാന്റാ ക്ലോസ് വിസിറ്റ് അണ്ണാണി സ്വാം ഹൗസ് സെറ്റ് 11 PM. Merry Christmas. കിട്ടണേ ഒരിക്കലും വീഡിയോ കറുത്ത്. ഇതൊക്കെ ആരും ചെയ്യണം. ഇതൊക്കെ വിഷയം കേട്ടത്. Me after getting rejected by 99th time. നിനക്കിനി പെണ്ണ് കിട്ടുമോ? അളിയ അഞ്ജലിക്ക് നിന്നെ നോട്ടമുണ്ട്. ഇനി മതിയായല്ലേ? നിന്നെ പോലൊരു മൂപ്പിച്ചാണ് ഈ ഗതിയായത്. എടാ, പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണോടാ. അതിപ്പോ റിജക്ഷൻ ആണെങ്കിലും പറയാനുള്ളതൊക്കെ പറഞ്ഞേക്കണം. ടൗൺ മാർക്കറ്റിൽ ബേക്കറി எல்லாமே சாத்திப்பா. അവിടെ ചെന്ന് ഫുഡ് മോശമൊന്നും പറയല്ലേ കേട്ടാ. പെരുന്നാൾ ഇടിയിട്ടും പൊക്കിയ ചെമ്പിനകത്തോട്ട് അടയ്ക്കും. ചെമ്പിനകത്തോട്ട് അടുത്ത ദിവസം സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് മീറ്റ് ആയിട്ട് നിന്നെയൊക്കെ കൊടുത്തു കളയും. കഴിക്കുക, കാശ് കൊടുക്കുക, എണ്ണീറ്റ് പോരുക. കൊള്ളത്തില്ലല്ലോ, ഇനി പോരണം. മനസ്സിലായോ? അയ്യോ ബ്രോ, കാൻഡോ സൈഡർ ഇപ്പൊ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സച്ച് സുരേഷ് ബ്രോ, ഞാൻ ഇപ്പം ഡിസ്കോ ട്രോൾസ് കണ്ടോണ്ടിരിക്കുക ബ്രോ. ഇത് കഴിയുമ്പോൾ നോക്കാം. ഞാൻ ഉറപ്പായിട്ട് നോക്കാന്ന് പറഞ്ഞല്ലേ. നോക്കാം. ബ്രദർ ഗുഡ്. അയ്യോ, ഇത് ഞാൻ റീൽസിൽ കേട്ടായിരുന്നു ഗൈസ്. ഇത് എന്റെ പൊന്നോ, ഇത് എന്ത് രസോടെ കേൾക്കാൻ. ഇത് ഗൈസ് നിങ്ങൾ കേട്ടോ കേട്ടോ.
എന്റെ പൊന്നോ. എന്ത് സാധനമല്ലേ അത്. ഈ ഓടക്കുഴലിന് ഒരു പ്രത്യേക സോള് കൊടുക്കാൻ പറ്റും. ഈ വയലിനെ പോലെ വയലിൻ പോലെ തന്നെയാണ് ഓടക്കുഴലും. ഭയങ്കര സീനാണ്. അയ്യോ, ഭയങ്കര ഒരു ഡീപ്പ് ഇമോഷൻ കൊടുക്കാൻ പറ്റും ഈ ഇതിനൊക്കെ, സോങ്സിനൊക്കെ. എന്ത് സാധനമല്ലേ, കിടിലം. പിന്നെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി, ഞാന് ഫ്രണ്ട്സിൽ ചേരാൻ വേണ്ടിട്ട് സംസാരിക്കണല്ലേ. വർഷങ്ങളെ നമ്മൾ പുള്ളിയെ ഇരുന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എണ്ണീറ്റ് നിന്ന് സംസാരിച്ചതിൽ ഒരുപാട് നമ്മളെപ്പോഴും ആലോചിച്ചു, അരവിന്ദൻ ഒന്ന് എണ്ണീറ്റ് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അരവിന്ദനൊന്ന് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതായത് ആള് മോട്ടിവേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അത്രയും വലിയ കൊക്കയിൽ വീണെങ്കിലും പുള്ളിക്കൊന്നും പറ്റിയിട്ടല്ലോ, ഒന്നും പറ്റില്ല. മോട്ടിവേഷൻ ഒക്കെ ആയിപ്പോ നിങ്ങൾ കാണും എന്തായാലും നമ്മൾ അരവിന്ദന്റെ ഇതിനോട്ട് പോവാം. പിന്നെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാം ഇവിടെയാണ് ഇരിക്കണം. എല്ലാം ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സിലായോ? നമ്മൾ അളിയ മൂഞ്ചി അളിയ നാളെ എന്ത് ചെയ്യും അത് ഇത് ചിന്തിച്ചിരുന്നാ പോയി. പക്ഷെ നമ്മൾ ചിന്തിക്കണം അളിയ നാളെ അത് ചെയ്യാം, നാളെ ഇത് ചെയ്യാം, അത് ചെയ്യാം. മുന്നോട്ട് ചിന്തിച്ചാലേ ഉള്ളൂ അളിയ. മനസ്സിലായി? ഇതാരാ എന്തെങ്കിലും പറ്റിയോടാ? ചിന്തിച്ചിരുന്നാ പോയി എന്ന് പറഞ്ഞിട്ടേ ചിന്തിച്ചാലേ ഉള്ളളിയാ. ചിന്തിക്കണം. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റി മെയ്ബോൺ ഇട്ടായിരുന്നു. നിന്നെയല്ല ആദ്യം നല്ല ഇട്ടത്. Always in love with the way Priyadarshan created conflict scenes with our top performers. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഇത് ശരിയാവില്ല, ഞാൻ ഇറക്കി വിടും കേട്ടോ. ഉമ്മതാടാന്ന്. അണ്ണാ ഒരു കടി തരട്ടെ? യോഹൻ ഗെയിമിംഗ് എനിക്ക് വേണ്ട. ഇയാളെ ഈ വണ്ടി കൊണ്ടുവന്ന പ്രശ്നമില്ല. ഉറക്കപ്പിച്ച് പറയുന്നല്ലേ? ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല, ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വെളുക്കുന്നവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും. ഏതായാലും തലേ വെച്ചു, ഇത് സഹിച്ചല്ലേ പറ്റൂ. നീ വണ്ടി കയറാൻ നിന്റെ അച്ഛനാ പുല്ല തണ്ടി മാറി. അത് രഘുല് എറന്നിങ്ങനെ മേടിക്കും അത്.